AD 1001 സ്ഥാപിതമായ കാഞ്ഞൂർ പള്ളി, സെയിന്റ് മേരീസ് ഫൊറോന പള്ളി, കേരളത്തിലെ ഏറ്റവും പുരാതനവും ചരിത്രപ്രധാനവുമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കാഞ്ഞൂർ പുണ്യവാളൻ പ്രധാന തീർത്ഥാടന കേന്ദ്രമായാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. കൂട്ടുകാരെ, ക്യാമറയും ഞാനും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. AD 1001 സ്ഥാപിതമായ ഈ പള്ളി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് പള്ളി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അത്ഭുത പ്രവൃത്തിയിലൂടെ പള്ളി സംരക്ഷിക്കപ്പെട്ടുവെന്ന ഐതിഹ്യം പ്രശസ്തമാണ്. ഭാരതീയ, പേർഷ്യൻ, പോർച്ചുഗീസ് വാസ്തുവിദ്യാശൈലികളുടെ ഒരു അപൂർവ സംഗമമാണ് ഈ പള്ളിയിൽ കാണാൻ കഴിയുന്നത്. പള്ളിയുടെ അൽത്താരയിലെ ചുവർച്ചിത്രങ്ങൾ ഇലച്ചാറുകളും തങ്കഭസ്മവും ഉപയോഗിച്ച് വരച്ചവയാണ്. രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ പള്ളിക്ക് സമ്മാനിച്ച് ആനവിളക്ക് ഇന്നും പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.
എല്ലാ വർഷവും ജനുവരി 19, 20 തീയതികളിലാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത്. ഏഷ്യയിലെ തന്നെ വലിയ പ്രദക്ഷിണങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത മാമോദീസ തൊട്ടി, പഴയകാല പ്രസംഗപീഠം, വട്ടെഴുത്ത് ലിപിയിലുള്ള ശിലാരേഖകൾ എന്നിവ പള്ളിയുടെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു. അപ്പോൾ എൻ്റെ ഈ പുണ്യാളനെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കൂടെ ആ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കല്ലേ. കാഞ്ഞൂർ സെയിന്റ് സെബസ്ത്യാനോസ് പള്ളിക്ക് 1000-ലധികം വർഷം പഴക്കമുണ്ട്. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഇവിടം വാസ്തുവിദ്യാ വൈഭവം കൊണ്ടും ഐതിഹ്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ്. ചരിത്രവും ഐതിഹ്യങ്ങളും. AD 1001 പള്ളി സ്ഥാപിതമായതെന്നാണ് വിശ്വാസം. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് പള്ളിക്ക് നാശനഷ്ടങ്ങൾ വരാതെ സംരക്ഷിച്ചത് വിശുദ്ധ സെബസ്ത്യാനോസ് ആണെന്ന് വിശ്വാസികൾ കരുതുന്നു. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ സമ്മാനിച്ച് ആനവിളക്ക് ഇവിടെയുള്ള പ്രധാന കാഴ്ചയാണ്. വാസ്തുവിദ്യയും പ്രത്യേകതകളും. ഇന്ത്യൻ, പേർഷ്യൻ, പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു സങ്കലനമാണ് ഈ പള്ളി. ഇലച്ചാറും തങ്കഭസ്മവും ഉപയോഗിച്ച് വരച്ച മങ്ങാത്ത ചുവർച്ചിത്രങ്ങളും ഒറ്റക്കല്ലിൽ തീർത്ത മാമോദീസ തൊട്ടിയും ഇവിടുത്തെ പ്രത്യേകതകളാണ്. തിരുനാളും പ്രാധാന്യവും. എല്ലാ വർഷവും ജനുവരി 19, 20 തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷിക്കുന്നത്. ജാതി-മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.